റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ ഈ പീരങ്കികളുടെ നാശം എന്നത് ഏതൊരു രാജ്യവും പ്രതീക്ഷിക്കാത്ത അളവിൽ ഏതൊരു രാജ്യത്തെ കൊണ്ടും ചിന്തിക്കാൻ കഴിയാത്ത രീതിയിൽ അധികമായി നടക്കുന്നുണ്ട്. അർമേനിയ അസർബൈജാൻ യുദ്ധത്തിൽ ഈ ഡ്രോണിനെ അടുത്ത ഘട്ടത്തിലേക്ക് കൊണ്ടുപോയി, അല്ലെങ്കിൽ ലോകത്തിൽ ഡ്രോൺ എങ്ങനെയെല്ലാം ഉപയോഗിക്കാമെന്നുള്ളതിന്റെ സാമ്പിൾ കാണിച്ചു. പക്ഷേ റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ അത് വിശദമായി തന്നെ നമ്മൾ പഠിച്ചു. ടെക്നോളജി വലുതായിക്കൊണ്ടിരിക്കുന്തോറും ചെറിയ ചെറിയ ഡ്രോണുകൾ ഉപയോഗിച്ച് പല $1 മില്യൺ മതിക്കുന്ന ആയുധങ്ങളെയാണ് രണ്ട് രാജ്യങ്ങളും ആക്രമിക്കുന്നത്. അതുപോലെ ടാങ്കുകൾക്കിടയിൽ നടക്കുന്ന യുദ്ധം എന്നതും റഷ്യ ഉക്രൈൻ യുദ്ധത്തെ വളരെ മോശമായ സാഹചര്യത്തിലേക്ക് കൊണ്ടുപോയി. ഇതുവരെയും നോക്കിയാൽ റഷ്യയുടെ പക്കലുള്ള പല പീരങ്കികളെ ഉക്രൈൻ നശിപ്പിച്ചു. ഉക്രൈന്റെ പക്കലുള്ള വളരെ ലിമിറ്റഡ് സോഴ്സിൽ സാരമായ പീരങ്കികളെയും റഷ്യ നശിപ്പിച്ചു. ഇത് വളരെ പ്രധാനപ്പെട്ട സംഭവം ഇപ്പോൾ നടന്നത് ഡിസംബർ 6, 7, 8, 9 ഈ 4 ദിവസങ്ങളിൽ മാത്രം പോക്രോവോസ് ബാറ്റിൽ. കേഴ്സ്കിനെ കുറിച്ചുള്ള വാർത്തകളോ അല്ല അറിയാൻ പോകുന്നത്. ഈ പോക്രോവോസിന് ചുറ്റും നടക്കുന്ന യുദ്ധത്തിൽ മാത്രം 4 ലെപ്പേർഡ് പീരങ്കികളെയും 40 ആർമഡ് പേഴ്സണൽ കാരിയേഴ്സിനെയും ഉക്രൈൻ നഷ്ടപ്പെടുത്തി. അതിലും കൂടുതൽ പരമാവധി കഴിഞ്ഞ 24 മണിക്കൂറിൽ മാത്രം 3600 സൈനികരാണ് അവർക്ക് നഷ്ടമായത്. ഈ ഡാറ്റ്സൻകോൺ എന്ന പ്രദേശം പോക്രോവോസിനും കുരഖോ പ്രവിശ്യയ്ക്കും ഇടയിലുള്ള ഒരു സ്ഥലം, ആ ഒരു ബാറ്റിലാണ് ഇപ്പൊ നഷ്ടമായത്. ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ വിശദമായി അറിയാൻ പോകുന്നത്. ഡാച്ചിനോ ഷെഫനക്കോ ഈ 2 പ്രദേശങ്ങളും പോക്രോവോസിന്റെ ഔട്ടേൺ സ്കേർട്സിലാണ്. ഇത് ചെറിയ ചെറിയ ഗ്രാമങ്ങൾ എന്ന് പറയാം. റഷ്യ ഉക്രൈൻ യുദ്ധം ഇപ്പോൾ ഈ പ്രദേശങ്ങളിലാണ് വളരെ തീവ്രമായി നടക്കുന്നത്. ഇങ്ങനെ നടക്കുന്ന ഈ ഒരു ബാറ്റിലിൽ അവസാന ഒരാഴ്ചയിൽ 6, 7, 8, 9, 10, 11 ഈ ദിവസങ്ങളിൽ മാത്രം ഉക്രൈന്റെ 4 ലെപ്പേർഡ് പീരങ്കികൾ ഈ പ്രദേശത്ത് വെച്ച് ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്. അതും ഈ 4 മറ്റ് മെക്കാനിസം വഴിയോ അല്ലെങ്കിൽ മറ്റ് വഴികളിലൂടെയോ ആക്രമിച്ചതല്ല. 4 പീരങ്കികളെയും ഇവിടെ ചെറിയ ഡ്രോൺ സ്ട്രൈക്ക് വഴിയാണ് നശിപ്പിച്ചത്. ഇത് മാത്രമല്ല, APC എന്ന് പറയുന്ന ആർമഡ് പേഴ്സണൽ കാരിയേഴ്സിനെയും ഉക്രൈൻ ഈ ഒരു ബാറ്റിൽ നഷ്ടപ്പെടുത്തി. സത്യത്തിൽ ഇത് നശിപ്പിച്ചതിലൂടെയാണ് വലിയൊരു ഡെത്ത് റോൾ തന്നെ അവിടെ സംഭവിച്ചത്. സാധാരണ ഒരു കൂട്ടം സൈനികർ കൂടിയിരിക്കുമ്പോൾ അവരിൽ ഒരു ആക്രമണം നടത്തിയാൽ എത്ര പേർ മരിക്കുമെന്ന് നമുക്ക് ഊഹിച്ചെടുക്കാൻ സാധിക്കും. എന്നാൽ ഇവിടെ ഇപ്പോൾ ഓരോ പേഴ്സണൽ കാരിയേഴ്സിനെയും ആക്രമിക്കുമ്പോൾ അതിനുള്ളിൽ 7-8 സൈനികർ ഉണ്ടാകും. ആ സൈസിനെ സംബന്ധിച്ച് 20 പേരോളം കൊണ്ടുപോകുന്ന കപ്പാസിറ്റിയും ഉക്രൈൻ മോഡിഫൈ ചെയ്ത് ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ 40 പേഴ്സണൽ കാരിയേഴ്സിനെ ആക്രമിച്ചതിലൂടെ, അതും ഈ പോക്രോവോസിന് ചുറ്റും നടക്കുന്ന ഈ ബാറ്റിൽ മാത്രം 3600-ലധികം പേർ മരിച്ചതായി റഷ്യൻ പ്രതിരോധ മന്ത്രാലയം ഒരു അറിയിപ്പ് കൊടുത്തു. കൂടാതെ കേഴ്സ് പ്രദേശത്ത് ഉക്രൈൻ ഇപ്പോഴും വലിയ കാര്യം എന്തോ ചെയ്യാൻ തയ്യാറെടുക്കുകയാണ്. വലിയൊരു മൊബിലൈസേഷൻ നടക്കുന്നുണ്ട്. 5000 പേരെയോളം വീണ്ടും കേഴ്സ്കിൽ അണിനിരത്താനായി, റഷ്യക്ക് എതിരെ എന്തോ ചെയ്യാനായി ഉക്രൈൻ സൈന്യം തയ്യാറെടുക്കുകയാണ്. ഇവരെ എന്തായാലും അവിടെ കൊണ്ടുവന്ന് നിർത്തും. ഇങ്ങനെ അകത്തേക്ക് വരുമ്പോൾ ഈ കേഴ്സ് ബാറ്റിൽ എന്നത് വീണ്ടും ഗുരുതരമാകാൻ തുടങ്ങും. എന്നാൽ എത്ര പേർ അകത്തേക്ക് വന്നാലും ശരി, അല്ലെങ്കിൽ ഏത് രാജ്യത്തിന്റെ ആയുധം അകത്തേക്ക് വന്നാലും അകത്തേക്ക് വന്നവർ അവിടം വിട്ട് സമാധാനമായി പുറത്തേക്ക് പോകില്ല. ഞങ്ങൾക്കെതിരെയുള്ള യുദ്ധത്തിൽ ഉക്രൈൻ ആരുടെ സപ്പോർട്ട് കൊണ്ടുവന്നാലും അതിനായിട്ടുള്ള ശിക്ഷ ഞങ്ങൾ തീർച്ചയായും നൽകുമെന്നും റഷ്യ പറഞ്ഞു. മറ്റൊരു ഭാഗത്ത് നോക്കിയാൽ അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് മറ്റൊരു വിവരം പുറത്തു വന്നു. ട്രംപും പുടിനും എത്രയും പെട്ടെന്ന് ഒരു നേരിൽ കണ്ട് ചർച്ച നടത്താൻ പോകുന്നു. ഇതിന്റെ ചർച്ച റഷ്യ ഉക്രൈൻ യുദ്ധത്തിന്റെ ഒരു അവസാനമായിരിക്കും. ഈ അവസാനത്തിന് മുൻപ് ഉക്രൈൻ റഷ്യ എത്രത്തോളം ഹോൾഡ് ചെയ്യാൻ സാധിക്കുമോ അത്രത്തോളം ഹോൾഡ് ചെയ്യാൻ വീണ്ടും ശ്രമിക്കും. ഒരു പക്ഷേ അവർ വീണ്ടും നെഗോസിയേഷൻ ടേബിളിൽ ഇരിക്കണമെന്നുണ്ടെങ്കിൽ ഒരു വാലിഡ് പോയിന്റ് അത്യാവശ്യമാണ്. ഇപ്പോൾ അവരുടെ പക്കലുള്ള അത്ര സ്ക്വയർ കിലോമീറ്റർ വെച്ചുകൊണ്ടൊന്നും ഒരു വലിയ വാലിഡ് പോയിന്റായി കാണിക്കാൻ കഴിയില്ല. ഒന്ന് ചിന്തിച്ചു നോക്കുക. 1.5 ലക്ഷം സ്ക്വയർ കിലോമീറ്റർ അധികമുള്ള പ്രദേശം, ഇതെല്ലാം റഷ്യയുടെ കൈകളിലാണ്. മറ്റൊരു ഭാഗത്ത് അതിൽ 1% പോലും വരാത്ത ഒരു ചെറിയ പ്രദേശത്തെ ഉക്രൈൻ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നു. അപ്പോ ഇവർക്ക് എങ്ങനെയാണ് ഒരു നെഗോസിയേഷൻ ടേബിളിൽ ഇരിക്കാൻ സാധിക്കുക? റഷ്യ എന്തായാലും ഈ പ്രദേശങ്ങളെ വിട്ടുകൊടുക്കാൻ പോകുന്നില്ല. അതുപോലെ ഉക്രൈനും അത്ര പെട്ടെന്ന് ഈ നെഗോസിയേഷൻ ടേബിളിലേക്ക് വരികയുമില്ല. ആദ്യം ക്രീമി ഇല്ലാത്ത ഒരു സമാധാന ചർച്ചയ്ക്ക് ഞങ്ങൾ വരില്ല എന്ന് പറഞ്ഞു. അടുത്ത് പറഞ്ഞത് സ്ഥലങ്ങളെ തിരികെ കൊടുത്തിട്ടാണെങ്കിൽ പോലും ഞങ്ങൾക്ക് സമാധാനം മതി എന്ന് പറഞ്ഞു. റഷ്യയെ തലകുനിപ്പിക്കുന്നത് ഞങ്ങളുടെ ഒരു ഉദ്ദേശമേ അല്ല എന്നും സെലൻസ്കി പറഞ്ഞിരുന്നു. പക്ഷെ ഇപ്പോ ഇതെല്ലാം ഹോൾഡ് ചെയ്താൽ മാത്രമേ ഞങ്ങൾ നെഗോസിയേഷൻ ടേബിളിലേക്ക് വരികയുള്ളൂ എന്നും പറയുന്നു. അപ്പോ ഇവയെല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ്. സെലൻസ്കിയുടെ രാഷ്ട്രീയവും രാഷ്ട്രീയ പ്രവർത്തകരുടെ സംസാരവും ഇവിടെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇത് പറയുന്നത് കൊണ്ട് തന്നെ ഒരുപാട് പേർക്ക് ദേഷ്യം വന്നേക്കാം. ഉക്രൈന് വരുന്ന ഫണ്ട് എന്നത് ഇപ്പോഴും ഫ്രണ്ട് ലൈനിലേക്ക് ശരിയായി പോകുന്നില്ല. ട്വിറ്റർ ഉപയോഗിക്കുകയാണ്, അല്ലെങ്കിൽ ഫേസ്ബുക്ക് സംബന്ധിക്കുന്ന പോസ്റ്റുകൾ കാണുകയാണെന്നുണ്ടെങ്കിൽ ഈ ഫോഴ്സ്ഡ് മൊബിലൈസേഷൻസിനെ കുറിച്ച് അറിയാൻ സാധിക്കും. ഇപ്പൊ റഷ്യയെ സംബന്ധിച്ച് ഒരാളെ റിക്രൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്ക് എത്ര ആനുകൂല്യം നൽകും, അവർക്ക് എത്രത്തോളം പണം നൽകും, ഇങ്ങനെ ഒരു വലിയ എമൗണ്ട് അവർക്ക് കാണിച്ചിട്ടുണ്ട്.
ഒരാൾ 10-15 വർഷത്തിൽ എത്രത്തോളം സമ്പാദിക്കുമോ അതെല്ലാം നൽകുകയും അവരുടെ കുടുംബത്തിലുള്ള മുഴുവൻ അക്കോമഡേഷനും നൽകുമെന്നുള്ള ഒരു വാക്ക് കൊടുക്കുന്നുണ്ട്. അത് ചെയ്യുന്നുമുണ്ട്. അങ്ങനെ റഷ്യൻ സൈന്യത്തിലേക്ക് റിക്രൂട്ട് ചെയ്യുന്നു. ഒരുപാട് പേർ അതുകൊണ്ട് ചേരുന്നുണ്ട്. മറുഭാഗത്ത് ഉക്രൈൻ സൈന്യത്തെ നോക്കിയാൽ അവിടെ ആഗ്രഹമേ ഇല്ല. അവിടെ ഫോഴ്സ്ഡ് മൊബിലൈസേഷൻ നടക്കുന്നു. എനിക്ക് സൈന്യത്തിൽ ചേരാൻ പാടില്ല എന്ന് പറഞ്ഞ് അവിടെ നിന്നും രക്ഷപ്പെടുന്നു. അതും എന്നെ സൈന്യത്തിൽ എടുക്കാൻ പാടില്ല എന്നതിന് വേണ്ടി പണം കൊടുത്തിട്ട് അവിടെ നിന്നും രക്ഷപ്പെടുന്നവരുമുണ്ട്. ഈ ജനുവരി മാസത്തിൽ അങ്ങനെ ചെയ്യുന്നവരുടെ എണ്ണവും കൂടിയിട്ടുണ്ട്. ഇങ്ങനെ രക്ഷപ്പെടുന്ന പലരെയും അവർ കൊല്ലുന്നുമുണ്ട്. ഇങ്ങനെയുള്ള വീഡിയോ സോഷ്യൽ മീഡിയയിൽ പലതും പടരുന്നുണ്ട്, പലരും കണ്ടിട്ടുണ്ടാകും. അപ്പോൾ ഉക്രൈൻ മാൻ പവർ ഷോർട്ടേജ് എന്നത് കേർസ്കിൽ വളരെ വലിയ രീതിയിൽ തിരിച്ചടി നൽകുന്നുണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞ ഈ 2 പ്രദേശം, ഒന്ന് ഗ്രാമം മറ്റൊന്നൊരു ചെറിയ നഗരം, ഇത് 2 റഷ്യ പിടിച്ചെടുത്തു. ഉക്രൈൻ ഇനി എന്താണ് ചെയ്യാൻ പോകുന്നത്? അല്ലെങ്കിൽ ഇതിനെ വെല്ലുന്ന രീതിയിൽ ഉക്രൈൻ എന്തെങ്കിലും കേർസ്കിൽ ചെയ്തോ എന്ന് നോക്കിയാൽ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. അവർ ആ പ്രദേശത്തെ ഹോൾഡ് ചെയ്യാൻ ശ്രമിച്ച് വീണുകൊണ്ടിരിക്കുകയാണ്. അത് മാത്രമല്ല, റഷ്യയുടെ പ്രധാനപ്പെട്ട പല ഓയിൽ റഫൈനറീസും ഇപ്പോൾ ഉക്രൈന്റെ സർവൈലൻസ് റേഡാറിനുള്ളിൽ വന്നു. ട്രംപ് അഡ്മിനിസ്ട്രേഷൻ വരുന്നതിന് മുൻപ് റഷ്യയെ ഒരു ട്രിഗർ പോയിന്റിലേക്ക് വീണ്ടും അവർ പുഷ് ചെയ്തുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ കണ്ടാൽ മനസ്സിലാകും. ഈ കേർസ്കിൽ പെട്ടെന്ന് നടത്തിയ കൗണ്ടർ ഒഫൻസീവ്, ഈ ക്രീമിയൻ പാലത്തെ ആക്രമിക്കാൻ അവർ നടത്തിയ ശ്രമങ്ങൾ, അതിന് റഷ്യ S-500 മൊബിലൈസ് ചെയ്യുക, ഇങ്ങനെ ഇതെല്ലാം പല പാനിക് സൃഷ്ടിച്ചിട്ടുണ്ട്. കൂടാതെ കേർസ്കിനെ കുറിച്ചുള്ള മറ്റൊരു അപ്ഡേറ്റ് വന്നത് റഷ്യയുടെ 50-ലധികം ആർമഡ് വെഹിക്കിൾസ് അകത്തേക്ക് വന്നു. ഉക്രൈൻ ഒരു പരിഭ്രാന്തിയിൽ തെറ്റ് ചെയ്തു. അതുകൊണ്ട് കൂടുതൽ നഷ്ടം ഉക്രൈൻ അവിടെ ഉണ്ടായി. ഇപ്പോ ഉക്രൈൻ പെട്ടെന്ന് ചെയ്തത് അവിടെ ആർമഡ് പേഴ്സണൽ കാരിയേഴ്സിനെ അകത്തേക്ക് അയക്കുന്നതിന് പകരം ഉക്രൈൻ സൈനികർക്ക് ആവശ്യമായ എസെൻഷ്യൽ സപ്ലൈസ് അവിടെ ഹ്യൂമൻ സോഴ്സ് വെച്ച് മൊബിലൈസ് ചെയ്യാൻ തുടങ്ങി. അതിലിപ്പോ സംഭവിച്ചത് പേഴ്സണൽ ലാൻഡ് മൈൻസ്, മനുഷ്യർക്ക് എതിരെ വെക്കുന്ന കുഴി ബോംബുകൾ, അത് ഒരു ഉക്രൈൻ സൈനികൻ കൊണ്ടുപോവുകയും എന്താണോ ഡെസ്റ്റിനേഷൻ അവിടെ വച്ചിട്ട് തിരികെ വരുന്നു, അല്ലെങ്കിൽ അവിടെയുള്ള സൈനികരുടെ പക്കൽ ഹാൻഡ് ഓവർ ചെയ്തിട്ട് പുറത്തേക്ക് വന്നു. ഇത് റഷ്യയുടെ ഡ്രോൺ ഏറെ സമയമായി നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു, ഇയാൾ എവിടെ നിന്നും വരുന്നു, എവിടേക്ക് പോകുന്നു എന്നൊക്കെ. അങ്ങനെ ആ ഒരു ഉക്രൈൻ സൈനികൻ ആ ഒരു ബോംബ് കൊടുത്തിട്ട് പുറത്തേക്ക് വരുന്ന സമയം നേരിട്ട് ആ വീടിനുള്ളിൽ തന്നെ ഒരു അറ്റാക്ക് നടത്തി. അതിനുശേഷം എന്ത് സംഭവിച്ചു എന്നറിയില്ല. പക്ഷെ തീർച്ചയായും ആ ഒരു സ്ട്രൈക്കിൽ അതിനുള്ളിൽ ഉണ്ടായിരുന്ന വ്യക്തികൾ ജീവിച്ചിരിക്കാൻ യാതൊരു സാധ്യതയുമില്ല. കൂടാതെ ഇവിടെ കെണിയും റഷ്യ ഒരുപാട് വലിയ രീതിയിൽ ചെയ്യുന്നുണ്ട്. സാധാരണ യുദ്ധക്കളത്തിൽ ആവശ്യമില്ല നമ്മൾ ഒന്നിലും കൈവയ്ക്കാൻ പാടില്ല. ഇതാണ് പ്രധാനപ്പെട്ട റൂൾ. ഒരു സ്ഥലത്ത് ഒരു ചെറിയ പേപ്പറോ കയറോ കല്ലോ കിടന്നാൽ പോലും അതിന് തൊടാൻ പാടില്ല. ഇതാണ് യുദ്ധസമയത്ത് എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുന്ന പ്രധാനപ്പെട്ട ഒരു നിയമം. എന്നാൽ ഇപ്പോൾ അടുത്തിടെ ഒരു സംഭവം ഉണ്ടായി. ഇത് ഉക്രൈൻ ചെയ്തതായി റഷ്യ പറയുന്നു, റഷ്യ ചെയ്തതായി ഉക്രൈൻ പറയുന്നു. പക്ഷെ ആര് ചെയ്തു എന്ന് പറയുന്നില്ല. നിങ്ങൾ തന്നെ തീരുമാനിക്കുക എന്താണ് സംഭവം എന്ന് പറയാം. കെണി എന്ന് പറയുമ്പോൾ ഒരു ചുമരിൽ ഒരു ചെറിയ ബെല്ല്, സാധാരണ ഗവൺമെന്റ് ഓഫീസുകളിൽ വയ്ക്കുന്ന ഒരു ചെറിയ ബെൽ, ഇതൊരു ചുമരിൽ ഘടിപ്പിച്ചിരിക്കുകയായിരുന്നു. അതുവഴി പോയ ചില ഗ്രൂപ്പ് ഓഫ് സൈനികർ, അത് ഏത് രാജ്യത്തിൻ്റെതാണ് എന്നറിയില്ല, ഇന്ന് സംഭവിച്ചിരിക്കുന്നത് കേർസ് പ്രദേശത്ത്. അതിൽ ഒരു സൈനികൻ ആ ബെല്ല് പോയി പ്രസ് ചെയ്തു. അവിടെ കൺട്രോൾഡ് എക്സ്പ്ലോഷൻസ് ഉണ്ടായി. അങ്ങനെ സംഭവിച്ചതിൽ പ്രസ് ചെയ്തയാളും മരിച്ചു, കൂടെ ഉണ്ടായിരുന്ന 2 പേരും മരിച്ചു. അപ്പൊ യുദ്ധ സാഹചര്യത്തിൽ എന്നത് പുറത്ത് കാണിക്കുന്ന ചിത്രങ്ങളെക്കാളും അവിടെ മറ്റൊരുപാട് രഹസ്യങ്ങളും ആപത്തുകളും ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. ഈ ഒരു വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക. ഇങ്ങനെയുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ ഇപ്പൊ തന്നെ വോയിസ് ഓവിക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.